1945 ഡിസംബർ 5 സമയം ഉച്ചതിരിഞ്ഞ് 2 മണി. അമേരിക്കൻ നേവിയുടെ 5 യുദ്ധവിമാനങ്ങൾ ഫ്ലോറിഡയിൽ നിന്ന് പറന്നുയർന്നു. ആകാശം തെളിഞ്ഞതായിരുന്നു, കടൽ ശാന്തമായിരുന്നു. പക്ഷേ പെട്ടെന്ന് പൈലറ്റുമാരുടെ കോമ്പസുകൾ കറങ്ങാൻ തുടങ്ങി. അവർക്ക് ദിശ തെറ്റി. അവസാനം ലഭിച്ച ആ റേഡിയോ സന്ദേശത്തിന് ശേഷം ആ 5 വിമാനങ്ങളും അതിലുണ്ടായിരുന്ന 14 സേനാംഗങ്ങളും എന്നേക്കുമായി അപ്രത്യക്ഷമായി. അവരെ അന്വേഷിച്ചു പോയ മാരിനർ എന്ന കൂറ്റൻ റെസ്ക്യൂ വിമാനവും പിന്നെ തിരിച്ചു വന്നില്ല. ഒരു തെളിവ് പോലും ബാക്കി വയ്ക്കാതെ കപ്പലുകളെയും വിമാനങ്ങളെയും വിഴുങ്ങുന്ന ആ പ്രദേശം ശാസ്ത്രലോകത്തെ ഇന്നും കുഴയ്ക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നിഗൂഢത. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ചെകുത്താന്റെ ത്രികോണം അഥവാ ബർമുഡ ട്രയാങ്കിളിലേക്കാണ്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? വരൂ പറഞ്ഞു തരാം. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം 5 ലക്ഷം ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു സാങ്കല്പിക ത്രികോണമാണിത്. മിയാമി, ബർമുഡ, പ്യൂർട്ടോറിക്കോ എന്നീ 3 സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പ്രദേശത്താണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രം 50-ലധികം കപ്പലുകളും 20-ലധികം വിമാനങ്ങളും അപ്രത്യക്ഷമായത്. ക്രിസ്റ്റഫർ കൊളംബസിന്റെ കാലം മുതൽക്കേ ഇവിടെ വിചിത്രമായ വെളിച്ചങ്ങളും കോമ്പസ് തകരാറുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു പേര് ലഭിക്കുന്നത് 1964 ബെൻസൺ ഗാഡിസ് എന്ന എഴുത്തുകാരൻ ഇതിനെ ബർമുഡ ട്രയാങ്കിൾ എന്ന് വിളിച്ചതോടെയാണ്. ഫ്ലൈറ്റ് 19 മാത്രമല്ല, ചരിത്രത്തെ ഞെട്ടിച്ച പല തിരോധാനങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. 1918 ഒന്നാം ലോക മഹായുദ്ധകാലത്ത് USS സൈക്ലോപ്സ് എന്ന കൂറ്റൻ കപ്പൽ 309 യാത്രക്കാരുമായി ഇവിടെ വെച്ച് കാണാതായി. യുദ്ധം നടക്കുമ്പോൾ ജർമ്മൻ അന്തർവാഹിനികൾ ആക്രമിച്ചതാകാം എന്ന് കരുതിയെങ്കിലും ആ കപ്പലിന്റെ ഒരു ചെറിയ കഷ്ണം പോലും ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. ഒരു SOS സന്ദേശം പോലും ആ കപ്പലിൽ നിന്ന് വന്നിരുന്നില്ല എന്നതാണ് അത്ഭുതം. മറ്റൊരു കഥ എലൻ ഓസ്റ്റിൻ എന്ന കപ്പലിൻ്റെതാണ്. 1881 ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കപ്പൽ കണ്ടു. അതിൽ നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ മനുഷ്യർ ആരും ഇല്ലായിരുന്നു. എന്താകും ഇതിന് കാരണം? പലരും പലതാണ് പറയുന്നത്. ചിലർ പറയുന്നു ഇത് അന്യഗ്രഹ ജീവികളുടെ താവളമാണെന്ന്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് കടലിനടിയിൽ മുങ്ങിപ്പോയ അറ്റ്ലാന്റിസ് നഗരത്തിലെ ക്രിസ്റ്റൽ പിരമിഡുകൾ വിമാനങ്ങളെ താഴേക്ക് വലിക്കുന്നതാകാമെന്നാണ്. ടൈം ട്രാവൽ പോലെയുള്ള കഥകളും പ്രചാരത്തിലുണ്ട്. പക്ഷേ ശാസ്ത്രത്തിന് ഇതിനൊരു ഉത്തരമുണ്ടോ? തീർച്ചയായും ഉണ്ട്. പ്രധാനമായും 3 കാരണങ്ങളാണ് ശാസ്ത്രലോകം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത്തെ കാരണം റോക്ക് വേവ്സ് അഥവാ രാക്ഷസ തിരമാലകൾ. ഈ പ്രദേശത്ത് പല ദിശകളിൽ നിന്നുള്ള കൊടുങ്കാറ്റുകൾ കൂട്ടിമുട്ടുമ്പോൾ 100 അടി ഉയരമുള്ള ഭീമൻ തിരമാലകൾ പെട്ടെന്ന് രൂപപ്പെടാം. ഏത് വലിയ കപ്പലിനെയും ഇത് നിമിഷ നേരം കൊണ്ട് തകർക്കും. രണ്ടാമത്തെ കാരണം മീഥേൻ ഹൈഡ്രേറ്റ്സ് ആണ്. കടലിനടിയിൽ നിന്ന് വലിയ അളവിൽ മീഥേൻ ഗ്യാസ് കുമിളകളായി വരുമ്പോൾ വെള്ളത്തിന്റെ സാന്ദ്രത കുറയുകയും കപ്പലുകൾ പെട്ടെന്ന് മുങ്ങിപ്പോവുകയും ചെയ്യും. മൂന്നാമതായി ചില കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഹെക്സഗണൽ ക്ലൗഡ്സ് അഥവാ ഷഡ്ഭുജാകൃതിയിലുള്ള മേഘങ്ങളെയാണ്. ഇവ മണിക്കൂറിൽ 170 മൈൽ വേഗതയുള്ള കാറ്റ് സൃഷ്ടിക്കുന്നു. ഇവയെ എയർ ബോംബുകൾ എന്ന് വിളിക്കാം. ഇവയ്ക്ക് വിമാനങ്ങളെ തകർക്കാനും കടലിൽ വലിയ ക്ഷോഭമുണ്ടാക്കാനും കഴിവുണ്ട്. എന്നാൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ? ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിൽ ഒന്നാണിത്. ദിവസവും 100 കണക്കിന് കപ്പലുകളും വിമാനങ്ങളും ഇതിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നുണ്ട്. ലോകത്തെ മറ്റേതൊരു സമുദ്രഭാഗത്തും നടക്കുന്ന അപകടങ്ങൾ മാത്രമേ ഇവിടെയും നടക്കുന്നുള്ളൂ. ഒരുപക്ഷെ മനുഷ്യന്റെ ഭാവനയും അപ്രതീക്ഷിതമായ പ്രകൃതിക്ഷോഭങ്ങളും ചേർന്നാവാം ബർമുഡ ട്രയാങ്കിളിനെ ഇത്രയും വലിയൊരു പേടി സ്വപ്നമാക്കി.